നമസ്കാരം. പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അത് കേവലം ഒരു നിയമപ്രശ്നം എന്നതിലുപരിയായി ഭരണഘടനാപരമായിട്ടുള്ള വലിയൊരു പ്രതിസന്ധിയായി തന്നെ ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതോടൊപ്പം തന്നെ CBIയും സംസ്ഥാനത്ത് നടത്തുന്ന ഇടപെടലുകളെ രാഷ്ട്രീയ പ്രേരിതമെന്ന മുദ്ര കുത്തിക്കൊണ്ട് അവിടെ മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തുന്ന പ്രതിരോധം ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന് തന്നെ പുതിയ ചർച്ചാ വിഷയങ്ങൾ നൽകുന്നതാണ്. ഐപാക് പോലെയുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരുടെ സ്ഥാപനങ്ങളിൽ നടന്ന റെയ്ഡ് ജനാധിപത്യ പ്രക്രിയയിൽ കേന്ദ്ര വിനാശകരമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നു എന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ ആരോപണത്തിന് ആക്കം കൂട്ടിയിരിക്കുകയാണ്. രാഷ്ട്രീയമായ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ തൻ്റെ പാർട്ടിയെയും ഭരണ സംവിധാനത്തെയും കേന്ദ്ര ഏജൻസികൾക്ക് വിട്ടുകൊടുക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇപ്പോൾ മമതാ ബാനർജി. നിയമപരമായിട്ടുള്ള കടന്നാക്രമണത്തിലൂടെ കേന്ദ്രത്തിന് മറുപടി നൽകാനാണ് സംസ്ഥാന സർക്കാർ അവിടെ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഐപാക് ഓഫീസുകളിൽ നടന്ന റെയ്ഡിന് പിന്നാലെ ED ഉദ്യോഗസ്ഥർക്കെതിരെ കൊൽക്കത്ത പോലീസ് നേരിട്ട് FIR രജിസ്റ്റർ ചെയ്തത് അസാധാരണമായ ഒരു നീക്കമാണ്. ഭാരതീയ ന്യായ സംഹിതയിലെ മോഷണം, അതിക്രമിച്ചു കടക്കൽ തുടങ്ങിയ ഗൗരവകരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് അന്വേഷണ ഏജൻസികളെ തന്നെ പ്രതികൂട്ടിലാക്കാൻ മമതാ ബാനർജിക്ക് സാധിച്ചു. റെയ്ഡിന്റെ മറവിൽ തങ്ങളുടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും സ്ഥാനാർത്ഥി പട്ടികയും അടങ്ങുന്ന സുപ്രധാനമായ ഡിജിറ്റൽ രേഖകൾ മോഷ്ടിക്കാൻ ശ്രമിച്ചുവെന്ന തൃണമൂലിന്റെ വാദം കേസിന് ഗൗരവമേറിയ രാഷ്ട്രീയ മാനങ്ങൾ നൽകുകയാണ്. പോലീസ് ഇൻസ്പെക്ടർ ശിവാദിത്യ ബാലിനെ പോലെയുള്ള ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിനായിട്ട് നിയോഗിച്ചതിലൂടെ ഈ നിയമ പോരാട്ടം ദീർഘകാലം നീണ്ടു നിൽക്കുമെന്ന സൂചനയാണ് സർക്കാർ നൽകുന്നത്. ഈ സംഭവ വികാസങ്ങൾ അത് ദേശീയ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിലേക്കും ഇപ്പോൾ പടർന്നിരിക്കുകയാണ്. ബംഗാളിലെ ED നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് MPമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധം നാടകീയമായ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. നോർത്ത് ബ്ലോക്കിന് മുന്നിൽ കുത്തിയിരുന്ന മഹുവ മൊയ്ത്ര ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കളെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തത് ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ വലിയ വാർത്തയായി മാറിയിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ആയുധങ്ങളാക്കി ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാനാണ് BJP സർക്കാർ ശ്രമിക്കുന്നതെന്ന് ഡെറിക് ഒബ്രയാൻ, സാഗരിക ഘോഷ് തുടങ്ങിയ മുതിർന്ന നേതാക്കൾ ആരോപിക്കുന്നു. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഈ തുറന്ന പോര് അത് രാജ്യത്തിൻ്റെ പാർലമെന്ററി ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന വാദവും ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. മറുവശത്ത് തങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണം സംസ്ഥാന സർക്കാർ തടസ്സപ്പെടുത്തുന്നു എന്ന ശക്തമായ വാദവുമായി EDയും രംഗത്തെത്തിയിട്ടുണ്ട്. റെയ്ഡ് നടക്കുന്ന വേളയിൽ മുഖ്യമന്ത്രിയും അനുയായികളും സ്ഥലത്തെത്തി രേഖകളും ലാപ്ടോപ്പുകളും ഒക്കെ തന്നെ പിടിച്ചെടുത്തത് തെളിവ് നശിപ്പിക്കാനാണെന്ന് ആരോപിച്ച് ED കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചു. കേസിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യവും അവർ മുന്നോട്ട് വയ്ക്കുന്നു. ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട കേന്ദ്ര സേനയ്ക്കെതിരെ സംസ്ഥാന പോലീസ് കേസെടുത്തത് നിയമവിരുദ്ധമാണെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ നിലപാട്. അന്വേഷണ സംഘം സമാധാനപരമായി തന്നെ ജോലി ചെയ്യുമ്പോഴാണ് മുഖ്യമന്ത്രി നേരിട്ടെത്തി തടസ്സങ്ങൾ സൃഷ്ടിച്ചതെന്ന EDയുടെ റിപ്പോർട്ട് നിയമ പോരാട്ടത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. കൽക്കരി കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ അന്വേഷിക്കാനാണ് തങ്ങൾ എത്തിയതെന്ന് കേന്ദ്ര ഏജൻസികൾ വ്യക്തമാക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം നടപടികൾ ഏകപക്ഷീയമാണെന്നാണ് പൊതുവായ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിട്ടുള്ള പ്രതീക് ജെയിൻ്റെ വസതിയിലും ഐപാക് ഓഫീസുകളിലും നടന്ന റെയ്ഡ് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ളതാണെന്ന് മമതാ ബാനർജി ആവർത്തിക്കുന്നു. ഭരണകൂടത്തിൻ്റെ കരുത്ത് ഉപയോഗിച്ച് ഫെഡറൽ തത്വങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് കേന്ദ്രം നടത്തുന്ന നീക്കങ്ങളെ ജനകീയ പ്രതിരോധത്തിലൂടെ നേരിടുമെന്നാണ് തൃണമൂൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് കേവലം രണ്ട് പാർട്ടികൾ തമ്മിലുള്ള തർക്കമല്ല, മറിച്ച് കേന്ദ്ര സംസ്ഥാന അധികാര പരിധികൾ സംബന്ധിച്ച വലിയൊരു നിയമയുദ്ധമായി തന്നെ ഇപ്പോൾ മാറിക്കഴിഞ്ഞു. കൊൽക്കത്തയിലെയും ഡൽഹിയിലെയും തെരുവുകളിൽ പുകയുന്ന ഈ അമർഷം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിർണായക സ്വാധീനം ചെലുത്തുമെന്ന് ഉറപ്പാണ്. പോലീസും കേന്ദ്രസേനയും നേർക്കുനേർ നിൽക്കുന്ന സാഹചര്യം ഒരു ജനാധിപത്യ രാജ്യത്തിന് നൽകുന്ന സൂചനകൾ ശുഭകരമല്ല. കേന്ദ്ര ഏജൻസികളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ തന്നെ അന്വേഷണങ്ങളെ തടസ്സപ്പെടുത്തുന്ന സംസ്ഥാന സർക്കാരിൻ്റെ രീതികളും നിയമപരമായിട്ടുള്ള ചോദ്യങ്ങൾ നേരിടുന്നുണ്ട്. ഈ പോരാട്ടം കൊൽക്കത്ത ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും പരിഗണനയിലേക്ക് എത്തുന്നതോടെ അന്വേഷണ ഏജൻസികളുടെ അധികാര പരിധികളെക്കുറിച്ച് വ്യക്തമായ ഒരു വിധി ഉണ്ടാകുമെന്ന് നിയമവിദഗ്ധരും അഭിപ്രായപ്പെടുന്നു. പശ്ചിമ ബംഗാൾ വീണ്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പരീക്ഷണശാലയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്.